ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചന്മാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും 900 കോയിനൊക്കെ ആനിമേഷൻ കിട്ടിയവരൊക്കെ കമന്റ് ചെയ്യുക. കുറേ പേരൊക്കെ നമ്മൾ ഇന്നലെ ലൈവ് വന്നപ്പോൾ ബ്ലാക്ക് ആനിമേഷൻ കിട്ടിയവർ കമന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 100 കോയിലും പെലയും പുസ്കസും കിട്ടിയവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഏത് ഇതിലാണ് വിടുന്നത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മച്ചന്മാരെ കിട്ടാത്തവരും കമന്റ് ചെയ്യുക. നമുക്ക് എന്തായാലും നോക്കാം. അതുപോലെ തന്നെ ഗൈസ് 24-ാം തീയതി എന്ന് തോന്നുന്നു നമ്മുടെ ബാക്കി പ്ലേയേഴ്സ് ആഡ് ആയിട്ടില്ല. 15ഓളം പ്ലേയേഴ്സ് അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കക്കയുടെ പാക്കിൽ എന്തായാലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ചാനൽ റിയൽ സെഞ്ചുറി എന്തായാലും ചെയ്യും. അപ്പോൾ മച്ചാൻ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മുടെ തേർഡ് ചാനൽ എന്തായാലും വരുന്നുണ്ട് മച്ചാൻ. അപ്പം ഗൈസ് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനലിന് ആരെങ്കിലും റിയൽ സെഞ്ചുറി എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു രീതിയിൽ കോയിൻ ഗീവ് കാര്യങ്ങളൊക്കെ സെറ്റാക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡിവിഷൻ മാച്ചിലോട്ട് കിടക്കാം. അതുപോലെ തന്നെ ഗൈസ് ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മളിനിയിപ്പോൾ കുറേ പാക്കുകൾ വെയിറ്റിംഗ് ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു മച്ചാൻ അടുത്ത മാസം 14-ാം തീയതി ഒന്ന് തോന്നുന്നു, ഉറപ്പില്ല, 15-16 അങ്ങോട്ടാണ് നമ്മുടെ അപ്ഡേറ്റ് വരാൻ പോകണം. അപ്പം നിലവിൽ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് വരുന്നതുകൊണ്ട് തന്നെ കുറേ പേരുടെ കയ്യിൽ കോയിൻ കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ട്. അപ്പം എന്താ പറയുക, ഇന്നാണെങ്കിൽ ഒരു ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു 30 കോയിൻ. അപ്പം നിങ്ങളൊക്കെ മാക്സിമം അത് എടുക്കുക, ആരും മറന്നൊന്നും പോയത്, കാരണം ആരും എടുക്കാണ്ട് വെക്കരുത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നൊരു ടൈമാണ്. കുറേ ക്യാമ്പയിൻ അങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നോക്കി നോക്കാം. അപ്പം നമ്മുടെ ഒരു ഓപ്പോണൻറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഒന്നാമത് ഗൈസ് നമുക്ക് ഓൾറെഡി ഒരു വെറൈറ്റി സംഭവമുണ്ട്. അതായത് നമ്മൾ ഇന്ന് പുതിയൊരു ഫോർമേഷനും, ഞാൻ പുതിയതായിട്ട് എടുത്തൊരു ഫോർമേഷനാണ് നമ്മുടെ ഓസ്ട്രേലിയ. അതുപോലെ തന്നെ 4-2-2 ഫോർമേഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ് ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവും നിലവിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇന്ന് ആദ്യമായിട്ടായതുകൊണ്ട് നമുക്ക് അറിയില്ല ഇത് എങ്ങനെ ഉണ്ടാവും സംഭവം. ക്രൈഫൊക്കെ ഉണ്ട് തോന്നും കേട്ടോ മച്ചാമാരെ. അപ്പം നമുക്ക് നോക്കി. അപ്പോൾ വിക് ടൈമിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയ ജസ്റ്റ് കമ്മിറ്റി. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഓപ്പോണന്റ് നോക്കാം. ഈടാ ഗൈസ്, എൻ്റെ അമ്മേ ഗൈസ്, എനിക്ക് തോന്നുന്നത് പേറ്റുവിനെ കൊണ്ടാന്ന് തോന്നുന്നു. എന്തായാലും ഒരു കിടിലിന് ഓപ്പോണന്റാണ് വന്നേക്കുന്നത് ഗൈസ്. ഈ ഇന്നലെ വന്ന പോർച്ചുഗൽ മാനേജറുണ്ട്, പയ്യൻസ് അത് എടുത്തിട്ടുണ്ട്. എന്തായാലും എൻ്റെ അമ്മ ഇത് മൊത്തം വൈപ്പൗട്ട് ചെയ്തു ഗൈസ്. ഇത് ക്രൈഫുണ്ട്, പെലയുണ്ട്, പുസ്കസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മാർട്ടിനസ് അല്ല ഇത് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ ഫുള്ളായിട്ടുള്ള ഒരു ഫസ്റ്റ് റിവ്യൂ ആണ്, ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ക്രൈഫ്, പെലെ, പുസ്കസ്, മാനേജർ. അപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു പ്ലെയറും ഉണ്ട്, അതായത് ഈ അടുത്ത് വന്ന എല്ലാ പ്ലെയറും മച്ചാൻ എടുത്തിട്ടുണ്ട്. മാൾട്ടിനി ഉണ്ട്, ഇത് പണ്ടത്തെ മാൾട്ടിനി അല്ല, 103. അപ്പോൾ ഇതും പയ്യൻസ് ഡബിൾ ബൂസ്റ്റർ കുറച്ച് പ്ലേയേഴ്സിന് ചെയ്തിട്ടില്ല. കെന്നവേരോ, കഫു, പിന്നെ ഈ CMF ഈ അടുത്ത് വന്ന പ്ലെയറാണ് മച്ചാവനെ സല. ഇത് വൻ ഒരു പയ്യൻസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി കാൻ്റെ ഗൈസ് ഓൾറെഡി നമ്മൾ എന്തായാലും നല്ലൊരു ഓപ്പോണൻ്റ് ഗൈസ്. ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ പണിയാവോ ഗൈസ്. ഓസ്ട്രേലിയയാണ് നമ്മുടെ ടീം ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ടീം ഇനി മാറ്റേണ്ട വരുമോ എന്നറിയില്ല. സബ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്ലേയേഴ്സും കാര്യങ്ങളും ഉണ്ട്, ഗ്നാബ്രി ഒക്കെ ഉണ്ട്. അപ്പോൾ മിക്കവാറും ബ്ലിക്സിനുള്ള പണിയാണ് മച്ചാൻ. അപ്പോൾ നമ്മുടെ ഫെർണാണ്ടോയിനെ ഇറക്കിയിട്ടുണ്ട്, അതായത് ബ്രൂണോയിനെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കാർഡ് എനിക്കൊന്നും അധികം പേരുടെ കയ്യിൽ ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ ആ ഒരു ടൈമിൽ കിട്ടിയ ഒരു കാർഡായിരുന്നു. എനിക്ക് കുറഞ്ഞ കോയിൻ കണ്ടോ കിട്ടിയെന്ന് തോന്നുന്നു. രോഗി ബോണസ് ആണ്, കോയിൻ ആണെന്ന് അറിയില്ല, പക്ഷേ ആ ഒരു ടൈമിൽ കിട്ടിയ കാർഡായിരുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് ഇനി നോക്കുന്നില്ല, നമുക്ക് എന്തായാലും നമ്മുടെ മാച്ച് തുടങ്ങാം. അപ്പോൾ നമ്മുടെയാണ് ഗൈസ് ഫസ്റ്റ് ടച്ച്. അപ്പോൾ എന്തായാലും നോക്കിക്കൊടുക്കാം. മാർട്ടിനസ് വേഴ്സസ് ഡെഷാംസ് ആണ്, ലോങ് ബോൾ കൗണ്ടറാണ്. എനിക്ക് തോന്നുന്നു പക്ഷേ അവർ ഔട്ട് വേൾഡിൽ അങ്ങനെ കളിപ്പിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, കാരണം കുറച്ച് പേര് എടുത്തവർ പറയുന്നുണ്ടായിരുന്നു പിന്നെ ലോങ് ബോളിലാണ് രസമെന്ന്. അപ്പോൾ ഗൈസ് നമ്മുടെയാണ് ടച്ച്. മെസ്സി ടു നമ്മുടെ ജെറാഡ് ടു ഓക്കെ കാർലോസും. മച്ചാമനെ പേറ്റുവിനെ കൊണ്ടാന്ന് തോന്നുന്നു, അറിയില്ല, അല്ലെങ്കിൽ എന്തോ നമ്മുടെ 900-ലൊക്കെ അടിച്ച മച്ചാനാണ്, കാരണം 900. ഓക്കെ ഗൈസ്, അപ്പോൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബ്രൂണോ ടു മെസ്സി. നല്ലൊരു പാസ് എടാ ഹക്കീമിക്ക് പോയി. ബ്രൂണോ ഫെർണാണ്ടസ് ടു ബാക്കോട്ട് കഫു ടു ബെക്കാമിനെ കൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു ഷോട്ട് അടിപ്പിച്ച് നോക്കാം. എടാ പുറത്തേക്ക് പോയടാ ഗൈസ്. അപ്പോൾ ഓൾറെഡി ഇവരുടെ ഗോളി പിക്ഫോർഡാണ്. അപ്പോൾ കുറച്ച് സീനാണ്, കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് സെലക്ഷൻ കോൺട്രാക്റ്റിൽ എടുത്ത മാനേജറല്ല നമ്മുടെ ഗോളി ആയാലും എല്ലാം അത്യാവശ്യം നല്ലൊരു സീനായി വരുന്നുണ്ട്. അത് ഓരോ ടൈമിലാണ് ഗൈസ്. ഇപ്പോൾ പിക്ഫോർഡൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല പോക്ക് പോകുന്നുണ്ട്, ലിവോക്കോവിച്ച് ആണെങ്കിൽ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ബെക്കാമിനെ കൊണ്ട് അടുപ്പിച്ച് നോക്കാം. ഫെർണാണ്ടസിലേക്കാണ് ഗൈസ്, കിട്ടിയില്ലടാ സല, അതും ബിഗ് ടൈം സലയാണ് മച്ചാമതി ഗൈസ്. ഒന്നാമത് നമ്മുടെ കക്കയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുന്നത് കക്ക എടുക്കണമെന്നാണ്. ബെക്കാമൻ ടു ജെറാഡ് ടു നമ്മുടെ മെസ്സി ടു സുവാരസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. 4-2-2 ഫോർമേഷനാണ്. എനിക്ക് തോന്നുന്നു ജെറാഡ് അടിച്ചു. എടാ കിട്ടിയില്ലടാ ഗൈസ്. മെസ്സി ടു നോക്കട്ടെ. എടാ കിട്ടി ഗൈസ്. ഹക്കീമി ഗൈസ് അടി നമ്മൾ തടുത്തിട്ടുണ്ട്. ജെറാഡ് ടു ഗൈസ് കഫു ടു മെക്ടോമിനോയ്. ടോമിനോയ് ആണ് ഗൈസ്. പെലെ ടു ക്രൈഫ് ഗൈസ്. ക്രൈഫ് കയറി വരുന്നുണ്ട്. 106 വരെ കണ്ടോ ക്രൈഫ് പോകുന്നതാണ് കേട്ടോ. ക്രൈഫിൻ്റെ ഒരു ഷോട്ട് ഓക്കെ. റോബർട്ടോ കാർലോസ് തടഞ്ഞു. ബെക്കബർ ടു ജെറാഡ് ടു കറക്റ്റായിട്ട് പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രൂണോ ഫെർണാണ്ടസ് മച്ചാൻ. ഈ കാർഡിൻ്റെ സ്ഥിതി എന്താണെന്നറിയില്ല, ഞാനിത് അങ്ങനെ ഇറക്കിയിട്ടില്ല. കാരണം കുറേ ആയി ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലൂയിസ് സുവാരസിനെ കൊണ്ട് ഇവിടുന്ന് ഒരു ഷോട്ട് അടിപ്പിക്കാം. എടാ
ഗൈസ് ഇതാണ് ഈ പ്രശ്നം. ഗൈസ് ഇതാണ് ഒരുമാതിരി ഞാൻ കുറേ മാച്ചിൽ ഇതാണ് ഞാൻ അടിക്കും, പോസ്റ്റ് തട്ടി പുറത്തേക്ക് പോയി. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ പൊന്ന് ഗൈസ് ഒന്നാമത് അടിച്ചു വരുമ്പോഴത്തേന് ഇതാണ്. പക്ഷെ ചില സമയത്ത് നമുക്കും ഭാഗ്യം ഉണ്ടാവും കേട്ടോ. ഓപ്പോണന്റ് 90-ാം ടൈമിലൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കും ഭാഗ്യമൊക്കെ ഉണ്ടാവും. പക്ഷേ സാരില്ല, പൊട്ടാൻ വെച്ചാൽ അവരെ ക്രൈഫ് എടാ ഒരു കിണ്ണൻ ഷോട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ മാനുവലിനെ ഇതാക്കിയിട്ട് കോർണർ എടാ അടുത്ത് ഗൈസ്. അപ്പോൾ നോക്കട്ടെ, ജെറാഡ് കഫു ആടാ അടിച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും അവന്മാർ അടിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഗോൾ അവന്മാർ അടിച്ചിട്ടുണ്ട്. എന്തായാലും കഫൂനെ വെച്ചിട്ടാണ്. അത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് അവിടെ വെച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യമില്ലായിരുന്നു. ജെറാഡ് ടു കാർലോ ടു സർജിൻഹോ, കെനവേര, ക്യാൻഡെ, മച്ചാമാരെ ഈ 4-2-2 ആണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ചെയ്യുന്നത്. നല്ലൊരു ഫോർമേഷനാണ് ലോങ് ബോൾ കൗണ്ടർ. പക്ഷേ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ടീം മൊത്തത്തിലെല്ലാം മാറ്റി. അപ്പോൾ അതുകൊണ്ട് കളികളൊക്കെ മാറി കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കെന്നവേര അവിടെ തന്നെ പിടിക്കണമായിരുന്നു ഗൈസ്. അപ്പോൾ ടോമിനോയ് ടു പെലെ ഗൈസ്. എനിക്ക് തോന്നുന്നു മച്ചാമാരെ പാസസ് ഒക്കെ അടിപൊളിയാണ് പെലയുടെ. പുസ്കസ് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഡീപ് പ്ലേയിങ് ഫോർവേഡ് ആണെങ്കിലും ഈ ഒരു കാർഡ് നമ്മുടെ ടീമിനുള്ളത് നല്ലൊരു കാർഡാണ് മച്ചാമാരുടെ അടുത്ത ഷോട്ട്. പിന്നെ ഗൈസ് നിങ്ങളെല്ലാവരും വിചാരിച്ചത് ഫിനോമിനൽ പാസിംഗ് ആണ്. പക്ഷേ കിട്ടിയവർക്കൊക്കെ ഹാപ്പി ആട്ടോ മച്ചാമാരെ. കാരണം ഓൾറെഡി നല്ലൊരു കാർഡാണ്. നിങ്ങൾക്ക് ആലോചിക്കണം, നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ കയറുന്നൊരു കാർഡുണ്ട്. അപ്പം പാസസ് ഒക്കെ അടിപൊളിയാണ് ഗൈസ്. നമ്മുടെ ത്രൂ പാസ് ഒക്കെ കിടലും പാസ്സായിട്ട് കയറിക്കോളും ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ലൂയിസ് സുവാരസ് ടു മെസ്സി, ഇത് നമുക്ക് അടിക്കാൻ സല ഗൈസ്. ഇത് കിട്ടിയിട്ടുണ്ട്. ബ്രൂണോനെ കൊണ്ടൊരു ഷോട്ട് അടിപ്പിക്കാൻ അടിച്ചു. പോയി സല. പുസ്കസ് ഗൈസ്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടുള്ള വരവാണ് നമ്മുടെ പുസ്കസിൻ്റെയും പെലയുടെയൊക്കെ. അപ്പോൾ ഗൈസ് എന്തായാലും ഇനി നമ്മുടെ ആറിനെയും ഒരു കാർഡ് വരാനുണ്ട്. ലൂയിസ് സുവാരസ് ടു ഗൈസ്. ഇത് നമുക്ക് അടിക്കണം. എടാ അടിച്ചോ. ഷോട്ട് ഇത്തിരി സ്പീഡിൽ അടിച്ചാൽ മതിയായിരുന്നു മച്ചാമാരെ. അത് ഗോളി വന്നത് പിക്ക് ഫോർഡ് ആയതുകൊണ്ട് മറ്റേ ചില ഗോളിയാണെങ്കിൽ കയറി വരും, അതുകൊണ്ട് നമുക്ക് ചാൻസ് കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഓപ്പോണൻ്റെ ഗോളി ഇച്ചിരി സീന് തന്നെയാണ്. പിക്ക് ഫോർഡ് ആയതുകൊണ്ട് ഗൈസ് എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ മിസ്റ്റേക്ക് ഒന്നും പറ്റൂല ഗൈസ്. ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ ഡിഫൻസ് പൊട്ടാണ്ട് നോക്കണം. ക്യാൻഡേൻ്റെ ഒരു ഷോട്ട് ഓക്കെ എടുത്തിട്ടുണ്ട്. ബെക്കംബർ ടു നമ്മുടെ ജെറാഡ് ടു ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇത് നമുക്ക് അടിക്കണം ഗൈസ്. സുവാരസ് നമുക്ക് അടിക്കണം ഷോട്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഹാഫ് ടൈമിന് മുമ്പ് ഒരു അടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അപ്പം സെക്കൻഡ് ഹാഫ് ആയിട്ടുണ്ട് മച്ചാമാരെ. അപ്പം ഓൾറെഡി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഷോട്ട് നമ്മൾ 6 ഷോട്ട് അടിച്ചു. ഓപ്പണിൽ 4 ഷോട്ട് അടിച്ചിട്ടുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നോക്കാം എന്തായാലും സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവുമെന്ന് മച്ചാമാരെ. അപ്പം നിങ്ങൾ മാക്സിമം എല്ലാം ലൈക്ക് അടിക്കുക. ടോമിനോയ് ടു പുസ്കസ് ഗൈസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ലൂയിസ് സുവാരസ് ടു മെസ്സി ക്യാൻഡേ ഗൈസ്. ഇതുവരെ ക്യാൻഡേനെ കിട്ടാത്തൊരു കമൻറ്റ് കേട്ടോ, എനിക്കും കിട്ടിയിട്ടില്ല ഗൈസ്. പെലെ എടാ ക്രൈഫ് മച്ചാമാരെ. എടാ ഇവന്മാരുടെ പാസ് പിടിക്കട എന്താ ബ്ലോക്കൊന്നും ഇല്ലേ? അപ്പോൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് മച്ചാമാരെ. അവന്മാർ ഫസ്റ്റ് തന്നെ 2ാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീണ്ടും കഫു ടു റിക്യുപ്പൈ ടു നമ്മുടെ മെസ്സി ക്യാൻഡേ ഗൈസ്. ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാച്ച് കളിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ 2 ദിവസം 3-4 ദിവസമൊക്കെ ഇടവിട്ട് കളിക്കുമ്പോൾ പാസുകൾ മൊത്തം മിസ്പാസ് ആവും. അപ്പോൾ ടോമിനോയ് ടു നോക്കി നോക്കാൻ മച്ചാമാരെ. ബെക്കാമ് ടു നമ്മുടെ സുവാരസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ സർജിൻഹോ ടു ബാക്കോട്ട് ഗൈസ്. ഓൾറെഡി നമ്മൾ എന്താണെന്നറിയോ, നമ്മുടെ നെയ്മറിനെ മാറ്റി ഫോർമേഷൻ മാറ്റി. ഇനി നമുക്ക് പഴയ ഫോർമേഷനോട്ട് തന്നെ പോകണം. റിക്യുപ്പൈ ടു ഗൈസ്. പിന്നെ ഓൾറെഡി നിങ്ങളെന്തറിയോ സ്വിച്ച് ചെയ്ത് കളിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു മാനേജറാണ് നമ്മുടെ കാസ്പെറിനെയൊക്കെ സ്വിച്ച് ചെയ്ത് കളിക്കാൻ. കാരണം നല്ലോണം കളിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഡേവിഡ് ബെക്കാം ടു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി എവിടെ ഇവന്മാർ നല്ല ഫൗളാണല്ലോ. ആരുടെ അത്? ഹക്കീമി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഫ്രീ കിക്ക് അടിക്കാൻ കിട്ടിയിട്ടുണ്ട്. കഫൂനെ വെച്ച് അടിക്കാൻ ത്രൂ പാസ് ആണ്. ഞാൻ വലിയ ഇത് അടിക്കുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. സല ടു പുസ്കസ് ടു സല ടു ഗൈസ്. ഇത് പണിയായോ മച്ചാമാരെടാ? വീണ്ടും പെലെ എടാ. ഇത് ഇന്നും വെച്ച് കളിയാണല്ലോ. ബെക്കാമ് ടു റിക്യുപ്പൈ മച്ചാമാരുടെ സ്പീഡിൽ ലേശം പ്രശ്നം ഉണ്ടെന്ന് ഗൈസ്. മെസ്സി ടു നമ്മുടെ റിക്യുപ്പൈ എടാ. ആ ഒരു പാളി ഇവിടെ. സർജിൻഹോ ഫ്രീ ആയിരുന്നു, നോക്കി കളിച്ചാൽ മതിയായിരുന്നു. ഹക്കീമി എടാ. ഓക്കെ മാൽഡിനി ഗൈസ്. ഒന്നാമത് ഇവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗോളിയും കുഴപ്പമില്ല. പക്ഷേ ഗൈസ് F2P പ്ലേയേഴ്സിനും ഇതുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് സ്കോഡാണെങ്കിലും നമുക്ക് അടുത്ത ഷോട്ട് എൻ്റെ പൊന്നെ ഗൈസ്. പുസ്കസിൻ്റെ ലെഫ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ റിക്യുപ്പൈ ടു ഗോളി ഇത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്ത് അടിച്ചു വിട്ടിട്ടുണ്ട്. ക്രൈഫ് വീണ്ടും ഹക്കീമിലേക്ക് ഗൈസ്. ടോമിനോയ് എടാ ബെക്കംബർ ടു ഗൈസ്. പെലെ ഗൈസ്. അപ്പോൾ അവന്മാർ അടിച്ചു തുടങ്ങി. ഡേവിഡ് ബെക്കാം ടു എടാ എന്തോ ഒരു സ്റ്റക്ക് വരുന്നുണ്ട് ഗൈസ്. അവർ 3 ഗോളാണ് ഹാഫ് ടൈമിന് ശേഷം അടിച്ചത്. അത് നമ്മുടെ മിസ്റ്റേക്ക് തന്നെ കേട്ടോ മച്ചാമാരെ. കാരണം ഓൾറെഡി നമ്മൾ ഡിഫൻസ് പൊട്ടിയിട്ടുണ്ട്.
ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്ത് ഗൈസ് ഇവിടെ നമ്മൾ 2-4 ഷോട്ട് അടിച്ചു പോയി. ഇവന്മാർ ഗോളിയും ടീമും വൻ സീനായിട്ടുണ്ട്. കെന്നവേര ടു ടോമിനോയ് മച്ചാമാർ ഇതാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഹാഫ് വെച്ച് നമ്മുടെ വേരിയേഷൻ നടത്താൻ പറ്റില്ല ഗൈസ്. കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് ടു ക്യാൻ്റെ ഗൈസ്. നമ്മൾ തിരിച്ചടിക്കും. റൈഫ് ടു എന്തായാലും നമുക്ക് നോക്കാം. ലൂയിസ് സുവാരസ് ടു മച്ചാമനയുടെ ഇത് ഇങ്ങനെ ഒരു മാച്ച് ഞാൻ കണ്ടിട്ടില്ല. അത് ഇത്രയും പെട്ടെന്ന് ഇവന്മാർ ഗോൾ അടിച്ചത് എൻ്റെ പൊന്ന് ഗൈസ്. ജെറാഡ് കഫു മച്ചാമൻ ഓൾറെഡി നമ്മുടെ എന്താ പറയുക ടീമിൻ്റെ പവർ ലേശം കുറഞ്ഞിട്ടുണ്ട്. പ്ലേയേഴ്സിൻ്റെ ഒക്കെ നോക്കി നോക്ക്. റിക്യുപ്പോയി അത് നമ്മൾ അനാവശ്യമായിട്ട് ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ്. ഓക്കെ സുവാരസ് അടിച്ചോ ഗൈസ്. 90-ാം മിനിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ പൊന്ന് മച്ചാമൻ ടോമിനോയ് ടു ഗൈസ്. വീണ്ടും ഒരു ചാൻസ്. ബെക്കംബർ നമുക്ക് നോക്കി നോക്കാം. റിക്കുപ്പൈ ടു നമുക്ക് ക്യാൻഡി ഇവിടെ സീനാണല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സബും ചെയ്തില്ല ഗൈസ്. ക്രൈഫ് ഇത് സമ്മതിക്കല്ലോ. ഓക്കെ ടോണി ആഡംസ് അടിച്ചു വിട്ടാ. പെലെ ഗൈസ്. പുസ്കസ് അടിച്ചു. എൻ്റെ പൊന്ന് ഗൈസ്. ഇത് വല്ലാത്തൊരു മിസ്റ്റേക്ക് തന്നെയായിപ്പോയി. നല്ല ഫോർമേഷൻ കേട്ടോ. നല്ല ഫോർമേഷനും നല്ല ടീമും ഉണ്ട്. ബേസ് ടീം സെറ്റാക്കുന്നത് നല്ല ദിവസം തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടും സെറ്റാക്കിയത് നല്ല ദിവസമായിരുന്നു. നല്ലൊരു ഇമ്പ്രഷനും കിട്ടി ഗൈസ്. അപ്പോൾ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അടുത്ത കളി പിടിക്കാം. പെലയുണ്ടായിരുന്നു, പുസ്കസ് ഉണ്ടായിരുന്നു. മാനേജർ വലിയ കുഴപ്പമില്ല. പക്ഷേ ഗൈസ് നമ്മൾ ഓൾറെഡി ഈ ഒരു മാനേജറിന് വെച്ച് ഒരു മാച്ചും കൂടെ കളിച്ചായിരുന്നു. അപ്പം പറയുകയാണെങ്കിൽ ആ ഒരു മാച്ചിൽ നമ്മളായിരുന്നു വിൻ ചെയ്തത്. അപ്പം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ അന്നേരം 4-1-2-3 ആയിരുന്നു ഫോർമേഷൻ ഇട്ടത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ സുവാരസ് ആണ് നമ്മുടെ ഇത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ. അവരെ നോക്കുകയാണെങ്കിൽ പെലെ, കഫു, ക്രൈഫ്, പുസ്കസ് ആണ്. അപ്പോൾ എന്തായാലും പിക്ഫോർഡും ഉണ്ട്. 6.5 അങ്ങോട്ടും ഉണ്ട്. കെന്നവേര ഉണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും ഒരു കിടിലൻ മാച്ചായിരുന്നു. അപ്പോൾ എന്തായാലും മച്ചാൻ വരെ നിങ്ങൾ നല്ലൊരു മാനേജർ ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എടുക്കുന്നതിൽ തെറ്റുന്നില്ല. മാർട്ടിനസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കയറുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഇപ്പോഴത്തെ നിലവിൽ നോക്കണ്ട. 2-3 ആഴ്ച കഴിയുമ്പോൾ ചില മാനേജേഴ്സിൻ്റെ പവർ കുറയാറുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട. ഔട്ട്വേഡ് കുറവാണെങ്കിലും 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും നമ്മുടെ കൊനാമിയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അവർ ഔട്ട്വേഡ് ചിലപ്പോൾ പവർ കൂട്ടും. അപ്പം കോയിൻ ഉള്ളവർ പിന്നെ എടുക്കാൻ ആഗ്രഹമുള്ളവരും നല്ല മാനേജർ ഇല്ലാത്തവരും എന്തായാലും എടുക്കുക. പിന്നെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെഷാംസും ഗ്യാസ്പറിനെയാണ്. അപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് അത്യാവശ്യം നല്ല ഷോട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഷോട്ടിനനുസരിച്ച് കയറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പിടിക്കണം. അപ്പോൾ എന്തായാലും മച്ചാൻ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ. അപ്പം 3 ഒരു ഫോർമേഷനും എല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മാനേജറുടെ റിവ്യൂവും കിട്ടി. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.